കേരളം ഞെട്ടിയ സ്വർണ്ണ തട്ടിപ്പ്. കേരളത്തിലെ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ കഥ. 2022-ൽ തൃശൂരിന് സമീപമുള്ള ഒരു നിശബ്ദമായ പട്ടണത്തിൽ രതീഷ് മേനോൻ എന്ന മനോഹരമായ സംസാരശൈലിയുള്ള 38 വയസ്സുകാരൻ യുഎഇയിൽ വർഷങ്ങളായി ജോലി ചെയ്ത ശേഷം വിദേശത്തുനിന്ന് തിരിച്ചെത്തി. ദുബായിലെ സ്വർണ്ണ വ്യാപാര മേഖലയുമായി ഉറ്റ ബന്ധങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട അദ്ദേഹം പേരഗൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ചു. ഈ കമ്പനി ദുബായിലെ അംഗീകൃത സ്വർണ്ണ വ്യാപാരത്തിലൂടെ നിക്ഷേപം ചെയ്ത് 6 മാസത്തിലൊരിക്കൽ 18% ഉറപ്പ് നൽകിയ തിരിച്ചടവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. വിശ്വാസ്യത നേടിയെടുക്കാൻ രതീഷ് കൊച്ചിയിൽ ആധുനികമായ ഒരു ഓഫീസ് തുറന്നു. കൂടാതെ ഗ്രാമോത്സവങ്ങൾ, ക്ഷേത്രങ്ങൾ, മസ്ജിദുകൾ എന്നിവയ്ക്ക് സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ ഇമേജ് അതിമനോഹരമായിരുന്നു: വിജയകരം, ദേവോന്മുഖം, സഹൃദയത്. വയസ്സുള്ള അധ്യാപകർ മുതൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, ചെറുകിട വ്യാപാരികൾ വരെ എല്ലാവരും നിക്ഷേപിക്കാൻ തുടങ്ങി. 6 മാസത്തിനുള്ളിൽ രതീഷ് കേരളത്തിലുടനീളം 500-ൽ അധികം നിക്ഷേപകരിൽ നിന്ന് 60 കോടി വരെ ശേഖരിച്ചു. അദ്ദേഹം വാഗ്ദാനിച്ചതുപോലെ ആദ്യത്തെ തിരിച്ചടി നൽകി. ആളുകൾ ആവേശഭരിതരായി. പലരും വീണ്ടും നിക്ഷേപിച്ചു. പലരും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൊണ്ടുവന്നു. പേരഗൻ ഗ്ലോബലിന്റെ പേരും പ്രസിദ്ധിയും ഉയരത്തിലേക്കുയർന്നു. പക്ഷേ എല്ലാം ഒരു കപടനാടകമായിരുന്നു. പണത്തിനെല്ലാം സ്വർണം വാങ്ങാൻ ഉപയോഗിച്ചിരുന്നില്ല. പഴയ നിക്ഷേപകർക്ക് പുതിയവരുടെ പണം നൽകി മുന്നോട്ടുപോയ ഒരു ക്ലാസിക്കൽ തട്ടിപ്പായിരുന്നു രതീഷ് നടത്തുന്നത്. വെബ്സൈറ്റിലെ സ്വർണ്ണ ചിത്രങ്ങൾ സ്റ്റോക്ക് ഇമേജുകൾ ആയിരുന്നു. ദുബായിലെ ഓഫീസ് വെറും ഒരു കൃത്രിമ അഡ്രസ്സായിരുന്നത് പിന്നീടാണ് മനസ്സിലായത്. ആളുകൾ കൂടുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വിശദീകരണം നൽകി: അന്താരാഷ്ട്ര ബാങ്ക് ഓഡിറ്റുകൾ മൂലം വൈകുന്നു. 2023-ലെ തുടക്കത്തിൽ രതീഷ് അപ്രത്യക്ഷനായി. ഓഫീസ് അടഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ്. ഇമെയിൽ നിലച്ചു. ആളുകൾ പരിഭ്രാന്തരായി. ഒരു വിരമിച്ച പോലീസുകാരൻ പരാതിയുമായി സമീപിച്ചപ്പോൾ ഇക്കണോമിക് ഒഫൻസസ് വിംഗ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചു. ഉടൻ തന്നെ വൻ തട്ടിപ്പ് പുറത്തുവന്നു. ഫേക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് രതീഷ് ശ്രീലങ്കയിലേക്ക് മുങ്ങിയിരുന്നു. പണം ക്രിപ്റ്റോ വാലറ്റുകളും ഹവാല മാർഗങ്ങളും വഴി മാറ്റിയിരുന്നതായി കണ്ടെത്തി. ഇന്റർപോൾ അലർട്ട് ചെയ്തെങ്കിലും പിടികൂടുന്നത് ബുദ്ധിമുട്ടായി. ഈ തട്ടിപ്പിന്റെ ഫലം വേദനാജനകമായിരുന്നു. പല കുടുംബങ്ങളും ജീവിതം മുഴുവൻ അടച്ചുവെച്ച പണം നഷ്ടമായി. ചിലർ ഭൂമി വിൽക്കുകയും വായ്പ എടുക്കുകയും ചെയ്തിരുന്നു. മനോവൈകല്യവും സാമ്പത്തിക തകർച്ചയും അതീവമായിരുന്നു. ഈ കഥ പറയുന്ന പാഠം: കുറഞ്ഞ സമയത്തിൽ ഉറപ്പുള്ള ഉയർന്ന തിരിച്ചടവ് വാഗ്ദാനം ചെയ്യുന്നവരെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് വിദേശ ബന്ധങ്ങൾ വ്യക്തമല്ലെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ്. കമ്പനികൾ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ശ്രദ്ധയോടെയും പ്രാമാണികമായ രേഖകളോടെയും മാത്രം നിക്ഷേപിക്കുക. ആവേശത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ നിക്ഷേപിക്കരുത്.